ആലപ്പുഴ കാട്ടൂർ സ്കൂളിലെ 13 വയസ്സുകാരൻ മനോവിഷമത്താൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അധ്യാപകനെതിരെ നടപടി ആവശ്യപ്പെട്ട് കുട്ടിയുടെ കുടുംബം കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ടാണ് 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ പ്രജിത്ത് സ്കൂൾ വിട്ടുവന്നതിന് ശേഷം വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. നടപടി ആവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് രക്ഷിതാക്കളും വിദ്യാർത്ഥി സംഘടനകളും. സ്കൂളിലെ അവസാന പീരീഡ് വൈകിയെത്തിയ പ്രജിത്തിനെയും ഒപ്പമുള്ള കുട്ടിയെയും സ്കൂളിലെ തന്നെ PT അധ്യാപകനായ ക്രിസ്തുദാസ് ശാസിക്കുകയും ചൂരൽ കൊണ്ട് തല്ലുകയും ചെയ്തുവെന്നാണ് സഹപാഠികൾ പറയുന്നത്. കടുത്ത മനോവിഷമത്തിലായിരുന്ന കുട്ടി സ്കൂൾ വിട്ട ശേഷം വീട്ടിലെത്തി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. സഹോദരൻ പ്രണവ് സ്കൂളിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷമാണ് പ്രജിത്തിനെ തൂങ്ങിയ നിലയിൽ കാണുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. PT സാറാണ് അവൻ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത്. അവനത് ഭയങ്കര മാനസിക ബുദ്ധിമുട്ട് അവന് ശരിക്കുണ്ട്. അതിൻ്റെ ഒരു മാനസിക എന്തിലാണ് അവന് ഇത് ചെയ്യേണ്ടി വന്നിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഈ സാറിങ്ങനെ സാറും മറ്റേ ടീച്ചറും ഒരുപാട് ഉപദ്രവിച്ചിട്ടുള്ളതാണ് അറിയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്കതിൻ്റെ ഒരു ദൈവത്തോട് സ്വീകരിക്കണം എന്നുള്ളതൊക്കെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മകന്റെ മരണത്തിന് കാരണം അധ്യാപകന്റെ ക്രൂരമായ ശിക്ഷാരീതിയാണെന്നും ഇതിൽ നിയമ നടപടി വേണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. പ്രജിത്തിന്റെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സ്കൂൾ മാനേജ്മെന്റിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥി സംഘടനകളും പ്രതിഷേധ സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കൈരളി ന്യൂസ്, ആലപ്പുഴ.